നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് പ്രകൃതി ദുരന്തങ്ങൾ എങ്ങനെയാണ് ഹിന്ദിയിൽ പറയണേന്ന് പഠിക്കാൻ പോവാം. ഓക്കെ, ശരി. ആദ്യം തന്നെ ഭൂകമ്പ്. ഭൂകമ്പ് എന്ന് പറഞ്ഞാൽ ഭൂമി കുലുക്കം കേട്ടോ. ഭൂകമ്പ്, എർത്ത് ക്വേക്ക്. ഭൂകമ്പ്, ഭൂകമ്പ്. ഇനി ബാഡ്. ബാഡ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം, ഫ്ലഡ്. ബാഡ്, ബാഡ്. ഇനി വെള്ളം ഇല്ലാത്ത അവസ്ഥ വരൾച്ച അല്ലേ, സൂക്ക. ഡ്രോട്ടിനെ പറയുന്നത് സൂക്ക, സൂക്ക. ഓക്കെ. ഇനി തൂഫാൻ. തൂഫാൻ എന്ന് പറഞ്ഞാൽ സ്റ്റോമാണ്, കൊടുങ്കാറ്റ്. തൂഫാൻ, തൂഫാൻ. ഓക്കെ. ഇനി ജംഗൾ കി ആഗ്, വൈൽഡ് ഫയർ, കാട്ടുതീ. ജംഗൾ കി ആഗ്. ജംഗൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്, ആഗ് എന്ന് പറഞ്ഞാൽ തീ. ജംഗൾ കി ആഗ്. ഇനി ജ്വാലാമുഖി വിസ്ഫോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾക്കാനിക് ഇറപ്ഷൻ, അഗ്നിപർവ്വത സ്ഫോടനം. ജ്വാലാമുഖി വിസ്ഫോട്ട്, ജ്വാലാമുഖി വിസ്ഫോട്ട്. ഇനി ചക്രവാത്, സൈക്ലോൺ. സൈക്ലോണാണ് പറയുന്നത് ചക്രവാത്, ചക്രവാത്. അടുത്തത് സുനാമി. സുനാമിനെ ഹിന്ദിയിലും സുനാമി തന്നെയാട്ടോ പറയാം, സുനാമി. ഓക്കെ. ഇനി ലാൻഡ് സ്ലൈഡ്. മണ്ണിടിച്ചിലിന് എങ്ങനെയാണ് ഭൂസ്ഖലൻ, ഭൂസ്ഖലൻ. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ മഡ് സ്ലൈഡ് ആണെങ്കിൽ കീച്ചഡ് ദംസ്ന, കീച്ചഡ് ദംസ്ന എന്നാട്ടോ പറയാം. ഓക്കെ. ഇനി ടൊർണാഡോ. ടൊർണാഡോ എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റ് കേട്ടോ. ഭവണ്ടർ അങ്ങനെയാണ് കേട്ടോ പറയാം, ഭവണ്ടർ, ഭവണ്ടർ. ഓക്കെ. ഇനി റെത്തിയിലെ തുഫാൻ. തുഫാൻ എന്ന് പറയുന്നത് കൊടുങ്കാറ്റ്, സ്റ്റോം. ഇത് സാൻഡ് സ്റ്റോം, മണൽക്കാറ്റുണ്ടല്ലോ, അതിനെ പറയുന്നത് റെത്തിയിലെ തുഫാൻ, റെത്തിയിലെ തുഫാൻ. ഓക്കെ. ഇനി ഹെയിൽ സ്റ്റോം. ഈ സ്റ്റോം എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ്. ഓക്കെ. ഹെയിൽ സ്റ്റോം എന്ന് ഹിന്ദിയിൽ ഓല ആന്തി എന്നാണ്, ഓല ആന്തി. ഈ ഓല എന്ന് പറയുന്നത് ആലിപ്പഴമാണ് കേട്ടോ, ആലിപ്പഴ വീഴ്ച. വളരെ എന്താ പറയുക, കഠിനമായ ആലിപ്പഴ വീഴ്ച തന്നെയാണ് ഹെയിൽ സ്റ്റോം എന്ന് പറയാം. അപ്പോൾ അതിനെങ്ങനെ പറയാം, ഓല ആന്തി, ഓല ആന്തി. അല്ലെങ്കിൽ പിന്നെ ഓലോം കെ തുഫാൻ. സ്റ്റോം തുഫാൻ ആയതുകൊണ്ട് തന്നെ ഓലോം കെ തുഫാൻ എന്നും ഇതിനെ പറയാം കേട്ടോ. ഇനി ലാസ്റ്റ് വൺ, ആന്തി തുഫാൻ. ആന്തി തുഫാൻ എന്ന് പറയുന്നത് തണ്ടർ സ്റ്റോമിനെയാണ്, ഇടിമിന്നലിനെയാണ് കേട്ടോ, ആന്തി തുഫാൻ. ഓക്കെ, ശരി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിച്ചാൽ മതി കേട്ടോ. പിന്നെ എന്താ എന്നും പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. പിന്നെ മറ്റുള്ളവരിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെന്താ, വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.